ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഭയപ്പെട്ടിരിക്കുന്നു. വിശ്വഗുരു തോൽക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് സത്യം. 10 വർഷം ഭരിച്ചിട്ട് ജനോപകാരപ്രദമായ ഒരു കാര്യം പോലും ഈ നാട്ടിൽ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ പ്രതിപക്ഷത്തെ ഏത് രീതിയിലും ഇല്ലാതാക്കാനും ആക്രമിക്കാനുമുള്ള ശ്രമങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുത. അതിനുവേണ്ടി അവർ ഏത് തന്ത്രങ്ങളോ രാഷ്ട്രീയ ഗൂഢാലോചനകളോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്ത് തരം ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടത്തുന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാരിന് ലാഭമുണ്ടാക്കിയ ഒരു നയത്തിന്റെ പുറത്ത് അഴിമതി ആരോപണം ഉണ്ടാകുന്നത്. അതോ ഭയങ്കര വിചിത്രമായ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരാളെ പ്രതിയാക്കിയിട്ട് പുള്ളിയെ അറസ്റ്റ് ചെയ്യുക, മാപ്പ് സാക്ഷിയാക്കുക, എന്നിട്ട് മാപ്പ് സാക്ഷിയാക്കിയിട്ട് ആ മാപ്പ് സാക്ഷി ഓരോ സമയത്തും ഓരോ പേര് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പേരിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നേതാക്കന്മാരായിട്ട് അറസ്റ്റ് ചെയ്യുക. ഈ PMLA ആക്ട് കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണകൂട സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ട് ഒരു ഭരണമാണ് മോഡി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഡിയും BJPയും നടത്തുന്ന ആ ഏകാധിപത്യ ഭരണത്തിനെതിരെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് ഇന്ന് ഇന്ത്യയിൽ ശക്തനായ ഒരു നേതാവ് അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളല്ലേ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതല്ലേ ഏത് രീതിയിലാണ് ഇവിടെ ഒരു ആള് മാപ്പ് സാക്ഷിയായിട്ട് വന്നതെന്ന് കണ്ടതല്ലേ നമ്മൾ. ഈ ഒറോബിന്ദോ ഫാർമ എന്ന് പറയുന്ന ഫാർമ കമ്പനിയുടെ ചെയർമാനായ ശരത് ചന്ദ്ര റെഡ്ഡിയെ കഴിഞ്ഞ നവംബർ മാസം 10-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. 10-ാം തീയതി അറസ്റ്റ് ചെയ്തിട്ട് 15-ാം തീയതി സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? അത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നവംബർ 15-ാം തീയതി 5 കോടി രൂപ BJPയുടെ അക്കൗണ്ടിലോട്ട് കൊടുത്തിരിക്കുന്നു ശരത് ചന്ദ്ര റെഡ്ഡി എന്നുള്ളത്. ആ ശരത് ചന്ദ്ര റെഡ്ഡി പിന്നീട് മാപ്പ് സാക്ഷിയായിട്ട് വരുന്നു. ഓരോരുത്തരുടെ ആയിട്ട് പേര് പറയുന്നു. ആ ശരത് ചന്ദ്ര റെഡ്ഡി പറഞ്ഞ പേരിന്റെ അടിസ്ഥാനത്തിന് അപ്പുറത്തോട്ട് എന്ത് തെളിവാണ് ഇഡിക്ക് മുന്നോട്ട് വയ്ക്കാൻ? നവീൻജി, പക്ഷെ ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന മാപ്പു സാക്ഷിയുടെ വാക്കുകളെ മാത്രം മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ആ കോടതി വരാന്തയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ എന്നറിയില്ല. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് റിമാൻഡിലേക്കാണോ എന്ന് നിങ്ങൾക്കറിയില്ല. അതാ ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതിലെ വിജയമല്ല, നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവർത്തനത്തെ, അതിന്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തെയും കെട്ടിയിടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിജീവിക്കും? BJP എത്ര ശ്രമിച്ചാലും ഇതിനെ ഒന്നും അത്ര കെട്ടിയിടാൻ സാധിക്കത്തില്ല. അവരുടെ ശ്രമങ്ങൾ അതിനു വേണ്ടിയാണ്. അരവിന്ദ് കെജ്രിവാൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഇന്ന് ആ വരാന്തയിൽ നിന്ന് തന്നെ പറഞ്ഞില്ലേ, ഈ രാജ്യത്ത് അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണെങ്കിലും ജയിലിന് പുറത്താണെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഗാന്ധിജി എന്ന പേര് നമ്മൾ ചേർത്ത് വെക്കുന്ന അഹിംസ എന്നൊരു ആശയത്തിന്റെ പുറത്താണെങ്കിൽ, അഹിംസ എന്ന ആശയം പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഓർമ്മ വരുന്ന പേര് മഹാത്മാഗാന്ധിയുടെ ആണെങ്കിൽ, ഇനി സുതാര്യത എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ നമുക്ക് മുൻപിലോട്ട് വരാൻ പോകുന്ന പേര് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള പേരാണ്. ആ അരവിന്ദ് കെജ്രിവാളിനെ ആ സുതാര്യ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജനസേവനം ചെയ്തു കൊടുത്തുകൊണ്ട് വെള്ളവും വൈദ്യുതിയും സ്ത്രീകൾക്ക് യാത്രയും വാർദ്ധക്യത്തിൽ തീർത്ഥാടന യാത്രകളും സൗജന്യമായിട്ട് മരുന്നും എല്ലാം കൊടുത്തുകൊണ്ട് അവിടെ ഒരു സുഗമമായ ഭരണം നടത്തി ആ ഭരണകൂടത്തിലെ യാതൊരു വിധത്തിലും നഷ്ടവുമില്ലാതെ ലാഭത്തിലോട്ട് അതിന്റെ ഖജനാവ് കൊണ്ടുവന്നൊരു ഭരണാധികാരി, സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണാധികാരി. ആ സുതാര്യത എന്നുള്ള വാക്ക് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയുടെ പേരുമായിട്ട് കൂട്ടിച്ചേർത്ത് നാളെ ലോകം അറിയപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നതിനേക്കാളും വ്യക്തമായിട്ട് RSS എന്ന സംഘടനയ്ക്കും BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും മോഡിക്കും അമിത്ഷായ്ക്കും അറിയാം. ആ പേര് സുതാര്യത എന്ന രാഷ്ട്രീയം മുമ്പോട്ട് വെച്ച വ്യക്തിയുടെ പേര് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേരുമായിട്ട് ചേർത്ത് വായിക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗൂഢതന്ത്രം മാത്രമാണ് ഈ കേസ് എന്ന് പറയുന്നത്.